കഴിഞ്ഞ 3 വട്ടവും ഡൽഹിയിൽ BJP AAP പോരാട്ടം കണ്ടു നിൽക്കുക മാത്രമായിരുന്നു കോൺഗ്രസിന്റെ ജോലി. രണ്ട് പാർട്ടികളും മത്സരിക്കുമ്പോൾ തങ്ങൾക്കാവും വിധം പോരാടാനുള്ള മനസ്സൊന്നും കോൺഗ്രസ് കാട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. ഓരോ സംസ്ഥാനങ്ങളും കൈവിട്ടു പോകുന്നതിന്റെ ഞെട്ടലിൽ ഡൽഹിയിലേക്ക് ശ്രദ്ധ കൊടുക്കാതെയാണ് പാർട്ടി മുന്നോട്ട് പോയത്. എന്തായാലും ഇക്കുറി കളിയൊന്ന് മാറ്റിപ്പിടിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് അണികൾക്കിടയിൽ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഷീലാ ദീക്ഷിതിന്റെ ഹാട്രിക് വിജയത്തിന് ശേഷം ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്ന ഡൽഹി AAPയിൽ നിന്നും തിരിച്ചു പിടിക്കാനും BJPക്ക് അവസരം നൽകാതിരിക്കാനുമുള്ള കഠിന പ്രയത്നത്തിലാണ് എന്തായാലും കോൺഗ്രസ് ഉള്ളത്. കർണാടകയിൽ വിജയിച്ച സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള തന്ത്രമാണ് ഡൽഹിയിലും കോൺഗ്രസ് പയറ്റുന്നത്. പ്യാരി ദീദി യോജന എന്ന പേരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ വൻ വാഗ്ദാനമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അർഹരായ എല്ലാ സ്ത്രീകൾക്കും മാസം 2500 രൂപ നൽകുമെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചാണക്യനുമായ DK ശിവകുമാർ ഡൽഹിയിൽ പ്രഖ്യാപിച്ചത്. DK ആണ് ഡൽഹിയിൽ കോൺഗ്രസ് നീക്കങ്ങൾ ചരട് വലിക്കുന്നത്. പ്യാരി ദീദി യോജന എന്ന പേരിൽ തങ്ങൾക്ക് അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പിലാക്കുമെന്നും കർണാടകയിൽ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ കോൺഗ്രസ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നും DK ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഉറപ്പ് നൽകിയ കോൺഗ്രസ് നേതാവ് തങ്ങൾക്ക് കർണാടകയിൽ 2000 വീതം സ്ത്രീകൾക്ക് നൽകി തുടങ്ങിയെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാർ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ സ്ത്രീകൾക്കായുള്ള ധനസഹായ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇതിനെ ചുവട് പിടിച്ചാണ് ഡൽഹിയിലും സ്ത്രീകൾക്കായി ക്ഷേമ പദ്ധതി വാഗ്ദാനവുമായി കോൺഗ്രസ് എത്തുന്നത്. ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി നേരത്തെ സ്ത്രീകൾക്ക് 2100 രൂപ സഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 4ാം തവണയും അധികാര തുടർച്ച തേടിയാണ് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. 2013 98 മുതലുണ്ടായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ കോൺഗ്രസ് സർക്കാരിനെ AAP വീഴ്ത്തി ഡൽഹി പിടിച്ചത്. ഹാട്രിക് ഭരണ നേട്ടവുമായി കോൺഗ്രസ് ഡൽഹിയിൽ എതിരില്ലാതെ വാഴുന്ന കാലത്തായിരുന്നു ചൂലുമായി തൂക്കാനിറങ്ങിയ പുത്തൻ പാർട്ടി ഡൽഹിയിൽ ഗംഭീര വിജയം ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ നേടിയത്. 70 അംഗ നിയമസഭയ്ക്കുള്ള 48 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയാൽ കർണാടക പാപ്പരാകുമെന്ന് പറഞ്ഞ BJP പക്ഷേ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും തങ്ങളുടെ പദ്ധതികളുടെ രീതികൾ കോപ്പിയടിച്ചാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്നും കോൺഗ്രസ് പരിഹസിച്ചു.